ആരാണെന്ന് അറിയാം. നമുക്ക് ആർ അനന്തകൃഷ്ണനിലേക്ക് പോകാം. അനന്തൻ, സ്വാഭാവികമായിട്ടും ആ ചോദ്യം ഇപ്പോഴും ഇങ്ങനെ നിൽക്കുകയാണ്. വിവാദങ്ങളുടെ പൂരമായി തൃശ്ശൂർ പൂരത്തെ മാറ്റിയത് ആരാണ്? അന്വേഷണ പൂരം തന്നെ പിന്നീട് നടന്നു. എന്നിട്ട് എന്തായി? ഞാൻ ഓർക്കുന്നു, അതായത് ത്രിതല അന്വേഷണം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് അന്നത്തെ ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത്കുമാർ ഒരു റിപ്പോർട്ട് കൊടുത്തിരുന്നു, എന്താണ് പൂരത്ത് സംഭവിച്ചതെന്ന്. ആ റിപ്പോർട്ട് കൈവശം കിട്ടിയതിന് ശേഷം മുഖ്യമന്ത്രി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട്, സമഗ്രമായ ഒരു റിപ്പോർട്ടല്ല ഇത്. അതുകൊണ്ട് തന്നെ DGPയുടെ നിർദ്ദേശപ്രകാരം കൂടി ഞാൻ അന്വേഷിക്കുന്നു എന്നാണ് പറയുന്നത്. എന്തായാലും അന്ന് അങ്കിത് അശോകൻ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനെ മാത്രം നടപടിയെടുത്ത് അല്ലെങ്കിൽ മാറ്റി നിർത്തിയത് കൊണ്ട് മാത്രം ഈ അന്വേഷണം എന്ന പ്രക്രിയ അവിടെ അവസാനിക്കുകയായിരുന്നു. അതിലാണ് പിന്നീട് ചർച്ചകൾ നടന്നിട്ടുള്ളത്. അല്ല, അതിൽ ഞാൻ ആഡിയൻ വന്നത് അവിടുത്തെ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയായിരുന്ന VS സുനിൽകുമാറാണ്. VS സുനിൽകുമാർ അവിടെ വലിയ അട്ടിമറി നടത്തിയിട്ടുണ്ട്, അതിന് പിന്നിൽ രാഷ്ട്രീയമുണ്ട് എന്ന് പരസ്യമായി പറഞ്ഞു. ഇടതുമുന്നണിയിലെ രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷിയുടെ സ്ഥാനാർത്ഥിയും ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായിരുന്ന ആളുമൊക്കെ പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ഇങ്ങനെ വൈകി പോകുന്നത്? അതെ, സ്വാഭാവികമായിട്ടും അന്വേഷണമാണ്, അന്വേഷണത്തിന് സമയമെടുക്കും, അത് നമുക്കറിയാം. എങ്കിലും അനന്ത, ഇതൊരു രാഷ്ട്രീയ വിവാദം കൂടിയായിരുന്നു. ഇത് മനഃപൂർവ്വമായി നടത്തിയിട്ടുള്ള ഒരു അലങ്കോലമായിരുന്നു എന്നുള്ളതിനുള്ള തെളിവുകളെങ്കിലും ലഭിച്ചിട്ടുണ്ടോ? അന്വേഷണം ഏത് ഘട്ടത്തിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്? മാർഷൽ, അതിനുള്ള തെളിവില്ലെങ്കിലും നമ്മളിപ്പോൾ തൃശ്ശൂർ പൂരപ്പറമ്പിലെ പൂരപ്രേമികളുടെ പ്രതികരണം കേട്ടതാണ്. അതിൽ കോമൺ ആയിട്ട് വരുന്ന ഒരു വാക്കുണ്ട്, രാഷ്ട്രീയം കലർത്തരുതെന്ന്. എല്ലാവരും പറഞ്ഞവരിൽ, ആ പ്രതികരണം നടത്തിയവരിൽ എല്ലാവരുടെയും ആ പ്രതികരണത്തിൽ കോമൺ ആയിട്ടുള്ള ഒരു വാക്കാണ് രാഷ്ട്രീയം കലർത്തരുതെന്ന്. അപ്പോൾ നാട്ടുകാരും അന്ന് മത്സരിച്ച VS സുനിൽകുമാറും അദ്ദേഹത്തിൻ്റെ പാർട്ടിയായ CPIയും ഇതിൽ രാഷ്ട്രീയമുണ്ട് എന്ന് വിശ്വസിക്കുന്നു. പക്ഷേ ആ രാഷ്ട്രീയം ആണ് തൃശ്ശൂർ പൂരം അലങ്കോലമാക്കിയതിന് പിന്നിൽ എന്ന് കണ്ടെത്താൻ നമ്മുടെ പോലീസ് സംവിധാനങ്ങൾക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നിടത്താണ് പരാജയം. CPI ഇപ്പോഴും വിശ്വസിക്കുന്നത് ആ പൂരം അലങ്കോലമാക്കിയത് രാഷ്ട്രീയ പ്രേരിതമാണ്, അത് NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയെ ജയിപ്പിക്കാനുള്ള അണിയറ നീക്കങ്ങളുടെ ഭാഗമാണ് എന്നാണ്. CPI ഇടതുമുന്നണിയിലെ പ്രധാനപ്പെട്ട കക്ഷിയാണ്. ആ CPI കൂടി പങ്കാളിയായ ഭരണ സംവിധാനത്തിന് കീഴിലുള്ള പോലീസാണ് ഈ കഴിഞ്ഞ ഒരു വർഷം നീളുന്ന കാലഘട്ടത്തിനുള്ളിൽ തൃശ്ശൂർ പൂരം അലങ്കോലമായത് എന്തുകൊണ്ടാണ് എന്ന് കണ്ടെത്താൻ കഴിയാതെ വിഷമിച്ചു നിൽക്കുന്നത്. ഈ പൂരം നടക്കുന്നതിന് തൊട്ടു മുൻപെങ്കിലും നമ്മളെല്ലാം പ്രതീക്ഷിച്ചതാണ് ഈ പൂരം അലങ്കോലമായതുമായി ബന്ധപ്പെട്ട ത്രിതല അന്വേഷണത്തിലെ റിപ്പോർട്ടുകൾ പുറത്തു വരും, അത് അന്വേഷണം പൂർത്തിയാക്കും എന്നുള്ളത്. പക്ഷേ എന്തുകൊണ്ടോ അത് സംഭവിച്ചില്ല. അതിന് കാരണം നമ്മൾ അന്വേഷിക്കുമ്പോൾ പ്രത്യേകിച്ച് കാരണമൊന്നും പറയാൻ പോലീസ് ആസ്ഥാനത്തിനും ആവുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. DGP തലത്തിൽ അന്വേഷണം നടക്കുന്നത് പ്രധാനമായും ADGP MR അജിത്കുമാറിനെ കേന്ദ്രീകരിച്ചാണ്. കഴിഞ്ഞ ദിവസം മന്ത്രി K രാജൻ DGPയുടെ അന്വേഷണ സംഘത്തിന് മൊഴി നൽകുമ്പോഴും അദ്ദേഹവും ടാർഗറ്റ് ചെയ്തിരുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മൊഴിയിലും പ്രധാനമായ ആരോപണ സ്ഥാനത്ത് നിൽക്കുന്നത് MR അജിത്കുമാർ തന്നെയാണ്. MR അജിത്കുമാർ തൃശ്ശൂരുണ്ടായിരുന്നു, പക്ഷേ പൂരം ഇത്രത്തോളം അലങ്കോലമാകുന്ന സമയത്ത് പോലും അദ്ദേഹം ആ പൂരപ്പറമ്പിലേക്ക് എത്തിയില്ല. അവിടുത്തെ അസാന്നിധ്യം, ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധേയമാണ് എന്നുള്ളത് എല്ലാവരും പറയുന്നുണ്ട്. പക്ഷേ ഇതൊരു കൺക്ലൂഷനിലേക്ക് ഇതുവരെ പോലീസ് എത്തിയിട്ടില്ല. മുഖ്യമന്ത്രി അന്ന് ത്രിതല അന്വേഷണം പ്രഖ്യാപിക്കുമ്പോൾ വളരെ ഗൗരവത്തിൽ ഈ സംഭവം, അതായത് ആർ അനന്തകൃഷ്ണൻ, നമുക്ക് ഇപ്പോഴും അറിയാം എങ്ങും എത്തിയിട്ടില്ല. ആ പൂര നടപടികൾ അതേപടി തന്നെ, അന്വേഷണ നടപടി അതേപടി തന്നെ തുടരുന്നുവെന്നാണ് ആർ അനന്തകൃഷ്ണൻ പറയുന്നത്. ഇനിയും മറ്റ് പൂരവിശേഷങ്ങളിലേക്ക് നമുക്ക് ഇടവേളയ്ക്ക് ശേഷം പോകാം. ഒപ്പം രതീഷേ, അതായത് മഞ്ഞും വെയിലും വെക്കാതെ കണിമംഗലം ശാസ്താവ്, നീതിലക്കാവിലമ്മ ഇവർ വന്ന് ഇറങ്ങിപ്പോയതിനു ശേഷം നാളെ രാവിലെ മുതൽ തൃശ്ശൂർ നഗരവും പൂരപ്രേമികളും ഒക്കെ ഇങ്ങനെ നോക്കിയിരിക്കും. ശ്രീമൂലസ്ഥാനത്തേക്ക് എത്തുന്ന ചെറുപൂരങ്ങൾ തൊട്ട് തുടങ്ങി, കടകപൂരങ്ങൾ തൊട്ട് തുടങ്ങി ഏറ്റവും ഒടുവിൽ വെടിക്കെട്ട് വരെയുള്ള അത്രയും മണിക്കൂറുകൾ അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പാണ്. കാഴ്ച വസന്തത്തിന് വേണ്ടിയുള്ള, കൊട്ടിക്കയറുന്ന ആവേശത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്.